ശബരിമല സ്വർണ്ണക്കൊളയിൽ ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. 2019 കൊണ്ടുപോയ ദ്വാരപാലക കവചങ്ങളിൽ ദുരൂഹത ഇപ്പോഴും മാറിയിട്ടില്ല. പാളികൾ ഹൈദരാബാദിൽ വെച്ച് മാറ്റിയെന്ന് ദേവസ്വം വിജിലൻസ് സംശയിക്കുന്നുണ്ട്. ഈ ഇടപാട് നടത്തിയത് നാഗേഷ് എന്നയാളാണെന്ന് മനസ്സിലാക്കുന്നു. ആർ അനന്തകൃഷ്ണൻ അതിന്റെ വിവരങ്ങൾ നൽകും. അനന്തൻ, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇന്നലെ മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവച്ചത്. അതിൽ ഈ സ്വർണ്ണപ്പാളിയുടെ യാത്ര, ആർക്കൊക്കെ അതിൽ പങ്കാളിത്തമുണ്ട് എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാവുന്ന നിലയിലാണ് വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇനി SITയുടെ അന്വേഷണം നടക്കണം. ഈ നാഗേഷ് എന്ന ആ ഒരു വലിയ ചോദ്യം, അതാരാണ് യഥാർത്ഥത്തിൽ, അയാളുടെ ഇടപാടുകൾ എന്ത്, അയാൾക്ക് ഈ സ്വർണ്ണക്കവചങ്ങൾ കടത്തുന്നതിലോ അല്ലെങ്കിൽ അത് വേറെ എവിടേക്കെങ്കിലും എത്തിക്കുന്നതിലോ ഒക്കെ വലിയ പങ്കുണ്ടോ? അങ്ങനെ ഒരുപാട് സംശയങ്ങൾ. എന്തെങ്കിലും സൂചനകളിലേക്ക് SIT എത്തിയിട്ടുണ്ടോ? വിജിലൻസിന് ഒരു ധാരണയുണ്ടോ ഇതിൽ? ദിവിഷ്, ഇപ്പോൾ എല്ലാ കണ്ണുകളും നാഗേഷിലേക്കാണ്. കാരണം നാഗേഷിനറിയാം അവിടെ ഹൈദരാബാദിൽ വെച്ച് യഥാർത്ഥ പാളിക്ക് എന്ത് സംഭവിച്ചുവെന്ന്. യഥാർത്ഥ പാളി ഉരുക്കി അതിൽ നിന്ന് സ്വർണം വേർപെടുത്തിയെടുത്തോ, അതല്ല യഥാർത്ഥ പാളിയുടെ മോൾഡ് ഉണ്ടാക്കി അതിൻ്റെ ചെമ്പ് തകിട്, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ചെമ്പ് തകിട് ഉണ്ടാക്കി അതാണോ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചതെന്നൊക്കെ ഉള്ള കാര്യം നാഗേഷിനറിയാം. കാരണം ഈ വിജിലൻസിൻ്റെ കണ്ടെത്തലിൽ, വിജിലൻസിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ പൂർണ്ണ ഭാഗം ഇന്നലെ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടതാണ്. ഇന്നലെ തന്നെ നമ്മൾ പറയുന്നത് പ്രേക്ഷകർ കേട്ടിട്ടുമുണ്ടാകും. അതിൽ ഈ 2019 അനന്തസുബ്രഹ്മണ്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ശബരിമല സന്നിധാനത്ത് നിന്ന് ഈ യഥാർത്ഥ തങ്കം പൊതിഞ്ഞ സ്വർണ്ണപ്പാളികൾ അഴിച്ചുകൊണ്ട് പോയത്. അയാൾ പക്ഷേ നേരെ പോയത് ബംഗളൂരുവിലേക്കാണ്. ബംഗളൂരുവിൽ ഒരു ദിവസം അത് വീട്ടിൽ സൂക്ഷിച്ച ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടത് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഹൈദരാബാദിൽ നാഗേഷ് എന്നയാളെ ആണ് ഏൽപ്പിച്ചത്. അത് കഴിഞ്ഞ് നാഗേഷാണ് ഒരു മാസത്തിന് ശേഷം, അതായത് 39 ദിവസത്തിന് ശേഷം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ ചെമ്പുപാളിയുമായി എത്തുന്നത്. അപ്പോൾ ഹൈദരാബാദിൽ വെച്ച് എന്ത് മറിമായമാണ് നടന്നത്? അതിന് കൃത്യമായ ഉത്തരം, അതിനൊരു കാര്യം വിജിലൻസിൻ്റെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിൽ ഈ വാചകം വായിച്ചാൽ അതിൽ കൃത്യമായി മനസ്സിലാകും. ഈ തൂക്കത്തിൻ്റെ കുറവ്, അതായത് 4 കിലോയുടെ ചെന്നൈയിലെത്തുമ്പോഴേക്കും 4.5 കിലോഗ്രാം തൂക്കത്തിൽ കുറവ് വന്നിരിക്കുന്നു. അതിനാൽ ശബരിമലയിൽ നിന്നും കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങളും ശ്രീകോവിലിൻ്റെ വശങ്ങളിൽ ഘടിപ്പിച്ചിരുന്ന തകിടുകളും അല്ല ഇതെന്ന സംശയം ബലപ്പെടുകയാണ്. അപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിലെത്തിയത് യഥാർത്ഥ ഉരുപ്പടികളല്ല എന്ന സംശയം വിജിലൻസിന് ബലപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഹൈദരാബാദിൽ വെച്ച് എന്താണ് സംഭവിച്ചത്? അപ്പോഴാണ് നമ്മളുടെ സംശയം ബലപ്പെടുന്നത്. ഹൈദരാബാദിൽ വെച്ച് ഒന്നുകിൽ യഥാർത്ഥ തകിടുകളുടെ കോപ്പി, അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് തകിട് ഉണ്ടാക്കി, അതിനുശേഷം അതാണ് നാഗേഷ് ഒരു മാസത്തിന് ശേഷം ആ തകിട്, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഉണ്ടാക്കാൻ അതിനു വേണ്ടിയിട്ടാകാം ഈ ഒരു മാസത്തെ സമയം എടുത്തതെന്നാണ് കരുതുന്നത്. അതല്ലെങ്കിൽ ഹൈദരാബാദിലെ ഏതോ ഒരു കേന്ദ്രത്തിൽ വെച്ച് ഈ യഥാർത്ഥ സ്വർണ്ണപ്പാളി ഉരുക്കി അതിൽ നിന്ന് സ്വർണം വേർപെടുത്തി എടുത്തിട്ടുണ്ടാകാം. അങ്ങനെ വരുമ്പോഴും ഒരു പ്രശ്നമുള്ളത്, ആ യഥാർത്ഥ സ്വർണ്ണപ്പാളിയിൽ നിന്ന് സ്വർണം വേർപെടുത്തി കഴിഞ്ഞാൽ പിന്നെ പാളി ഉണ്ടാകില്ല. പാളി പൂർണ്ണമായും ഉരുകിപ്പോകും, അത് പൂർണ്ണമായും നശിച്ചു പോകും. അപ്പോൾ എങ്ങനെ വന്നാലും ഈ ഒറിജിനൽ പാളിയുടെ ഡ്യൂപ്ലിക്കേറ്റുമായിട്ടാണ് നാഗേഷ് ചെന്നൈയിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ യഥാർത്ഥ പാളിക്ക് എന്ത് സംഭവിച്ചു എന്നാണ് ഇനി അറിയേണ്ടത്. അതാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഹൈദരാബാദിൽ വെച്ച് ഒന്നുകിൽ പാളി ഉരുക്കി പൂർണ്ണമായും നശിപ്പിച്ച് അതിൽ സ്വർണം എടുത്തു മാറ്റിയിരിക്കുന്നു, എന്നിട്ട് പുതിയ കോപ്പർ പ്ലേറ്റുമായിട്ട്, ഡ്യൂപ്ലിക്കേറ്റ് കോപ്പർ പ്ലേറ്റുമായിട്ട് പോയിരിക്കുന്നു. അതല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പർ പ്ലേറ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഒറിജിനൽ പാളി മറ്റാർക്കോ മറിച്ചു വിറ്റ് കോടികൾ സമ്പാദിച്ചിരിക്കുന്നു. എന്നിട്ട് നാഗേഷിന്റെ കൃത്യമായ റോൾ, അയാൾ എന്തൊക്കെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് അന്വേഷണം വളരെ വിപുലമായ തോതിൽ നടത്തേണ്ടതാണ്. ഒപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ അദ്ദേഹം സ്ഥലത്തില്ല എന്ന് മനസ്സിലാക്കുന്നു. ഇയാൾക്ക് വലിയ തോതിൽ അങ്ങനെ കൃത്യമായ സ്ഥിരവരുമാനമൊന്നുമില്ല. ബാംഗ്ലൂരിൽ ഒരു ക്ഷേത്രത്തിൽ പൂജാരിയായിരുന്നു. പിന്നെ ഈ ഇടപാടുകളൊക്കെ നടത്തിയാണല്ലോ ഇയാൾ പണം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇയാളുടെ ബാങ്ക് ഇടപാടുകളെ കുറിച്ച്, ഇയാൾ ആർക്കൊക്കെ പണം കൈമാറിയിട്ടുണ്ട്, ആരിൽ നിന്നൊക്കെ ഇയാൾക്ക് പണം വന്നിട്ടുണ്ട്, അങ്ങനെ വിശദമായ പരിശോധനകളിലേക്കൊക്കെ കടന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാട് ദുരൂഹമാണ്. അത് സംബന്ധിച്ച് വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ശബരിമലയിൽ ഒരു കോടിക്കണക്കിന് രൂപയുടെ സ്പോൺസർഷിപ്പാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നേരിട്ട് ഏറ്റെടുത്ത് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അത്രയും ധനികനാണോ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളൊരു അന്വേഷണമാണ് ദേവസ്വം ബോർഡ് വിജിലൻസ് സംഘം നടത്തിയത്. അപ്പോൾ ആ അന്വേഷണത്തിൽ അവർക്ക് മനസ്സിലായത്, ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 2017 മുതൽ 2025 വരെയുള്ള ഇൻകം ടാക്സ് റിട്ടേൺ ചാർട്ടേഡ് അക്കൗണ്ടന്റ് മുഖാന്തരം പരിശോധിച്ചതിൽ ബിസിനസ് മുഖേനയോ മറ്റു വഴിയോ സ്ഥിരവരുമാനമുള്ളതായി കാണുന്നില്ല എന്നാണ്. ഒരു 5 പൈസയുടെ വരുമാനമില്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ശബരിമലയിൽ മണ്ഡലപൂജയ്ക്ക് 10 ലക്ഷം, മകരവിളക്കിന് 10 ലക്ഷവും 18-ാം പടിയിൽ മണിമണ്ഡപവും മറ്റ്
ലക്ഷക്കണക്കിന് രൂപയുടെ പൂജകളും ഒക്കെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡ് വിജിലൻസ് പറയുന്നത് ഇയാൾ ഒരു പറ്റിപ്പുകാരനാണ്. ഇയാൾ ഈ ശബരിമലയിലെ പൂജകളുടെ പേരിൽ പുറത്തു നിന്ന് സ്പോൺസർമാരെ ഒപ്പിച്ച് ഇയാളാണ് യഥാർത്ഥ സ്പോൺസർ എന്ന പേരിലാണ് ദേവസ്വം ബോർഡിനെ സമീപിക്കുന്നത്. അപ്പോൾ പല സ്പോൺസർമാരെ കണ്ടെത്തി വലിയ തോതിൽ സാമ്പത്തിക ലാഭം ഇയാൾ നേടുന്നുണ്ട് എന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ആകെ ഇയാളുടെ അക്കൗണ്ടിൽ വന്നിരിക്കുന്നത് 2025-26 കാലഘട്ടത്തിൽ കാമാക്ഷി എന്റർപ്രൈസസ് എന്ന സ്ഥാപനത്തിന്റെ പേരിൽ 10,85,000 രൂപയാണ് ഇയാളുടെ അക്കൗണ്ടിൽ ആകെ വന്നിരിക്കുന്നത്. അതല്ലാതെ 5 പൈസയുടെ ഇടപാട് അയാളുടെ അക്കൗണ്ടുകളിലൊന്നും കാണുന്നില്ല എന്നാണ് വിജിലൻസ് പറയുന്നത്. അപ്പോൾ പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജീവിത നിലവാരം നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് പുളിമാത്തിൽ 2 നിലയ്ക്ക് മണിമാളികയുണ്ട്, ബംഗളൂരുവിൽ വീടുണ്ട്, നിരന്തരം വിമാനത്തിലാണ് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിലേക്ക് ബാംഗ്ലൂരിൽ നിന്നും യാത്ര ചെയ്യുന്നത്. അപ്പോൾ വളരെ ധനികനെ പോലെയാണ് അയാൾ ജീവിക്കുന്നത്. അയാൾ വലിയ ആർഭാടം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇയാളുടെ പണമിടപാട്, ഇയാളെ ആരാണ് സാമ്പത്തികമായി സഹായിക്കുന്നത്? പക്ഷേ ഇയാളുടെ അക്കൗണ്ടിൽ പണമൊന്നും ഇല്ല എന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായും ഇയാളുടെ സാമ്പത്തിക പ്രവൃത്തികൾ പൂർണ്ണമായും അന്വേഷണ വിധേയമാക്കേണ്ടതും ഇതിന്റെ യഥാർത്ഥ സ്പോൺസർ ആരാണെന്ന് കണ്ടെത്തേണ്ടതുമാണ്. ശബരിമലയിൽ സ്പോൺസർഷിപ്പിലൂടെ പല സഹായങ്ങളും ചെയ്ത് ചെയ്യാൻ ലാഭം ഉണ്ടാക്കുന്നുണ്ട് എന്ന് ന്യായമായും സംശയിക്കുന്നു. വിശദമായ അന്വേഷണം വേണ്ടതാണെന്ന് ബലപ്പെടുന്നു എന്നാണ് വിജിലൻസിന്റെ ഈ അന്വേഷണ റിപ്പോർട്ട്. എന്തായാലും നാഗേഷ് ആര്, അയാൾക്ക് പിന്നിൽ ആര്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ, അങ്ങനെ വളരെ വിപുലമായ വിശദമായ പരിശോധനയാണ് SITയുടെ മുമ്പിലുള്ളത്. അത് നടത്തി 6 ആഴ്ചയ്ക്കുള്ളിൽ അതിന്റെ സത്യാവസ്ഥകൾ തെളിയും എന്ന പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുകയാണ്.